വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിന്നു ഖാത്ത എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ അക്കൗണ്ടുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വൗച്ചർ എൻട്രി നടത്താം, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പ്രാക്ടിക്കലാണ്. ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് അതിനനുസരിച്ച് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ അക്കൗണ്ടുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വൗച്ചർ എൻട്രി നടത്താം, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ എങ്ങനെ വ്യൂ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ: ഫ്രം ദി ഫോളോയിങ് ഡിസ്പ്ലേ എ ക്യാഷ് അക്കൗണ്ട് ഓഫ് സൺ ട്രേഡേഴ്സ് ത്രൂ ജിന്നു ഖാത്ത. ഫസ്റ്റ് April 2020 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹50,000. സെക്കൻഡ് April 2020 purchased machinery ₹5,000. Third April 2020 purchased goods from Google ₹20,000. Fourth April 2020 paid to Google ₹15,000. Fifth April 2020 cash sales ₹3,000. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഗ്രൂപ്പും ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത്തത് വൗച്ചർ എൻട്രി, ഏത് ടൈപ്പ് വൗച്ചർ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഇടപാടുകളും രേഖപ്പെടുത്തേണ്ടത്, അതിൻ്റെ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. നാലാമത് നമുക്ക് ആവശ്യമായ റിപ്പോർട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെ നമുക്ക് ഈ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ കാണിച്ചതുപോലെ അപ്ലിക്കേഷൻ, ഓഫീസ്, ജിന്നു ഖാത്ത. ഇപ്പോൾ ജിന്നു ഖാത്ത ഓപ്പൺ ആയി വരും. ഇനി ഇതിനകത്ത് നമുക്ക് ഓർഗനൈസേഷൻ്റെ പേരൊക്കെ ടൈപ്പ് ചെയ്യണം, ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷൻ നെയിം എന്ന് പറയുന്നെടുക്കുക. നമുക്ക് ഓർഗനൈസേഷൻ്റെ പേര് തന്നിട്ടുണ്ട് സൺ ട്രേഡേഴ്സ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പേരിനെടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുക സൺ ട്രേഡേഴ്സ്. ഇനി കേസ് എന്ന് പറയുന്നത് ആസീസ്, അങ്ങനെ തന്നെ നിന്നോട്ടെ. ക്യാപിറ്റൽ ആക്കണം ക്യാപിറ്റൽ ആക്കുക, സ്മോൾ ആക്കണമെങ്കിൽ സ്മോൾ ആക്കുക, എങ്ങനെ വേണം ചെയ്യാം, അത് പ്രശ്നമില്ല. ഓർഗനൈസേഷൻ ടൈപ്പ് പ്രോഫിറ്റ് മേക്കിംഗ്, അത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെ നിന്നോട്ടെ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഫ്രം ഫസ്റ്റ് April 2020 ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് April 2020 കൊടുക്കുക. അപ്പോൾ എൻഡിങ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. അക്കൗണ്ട്സ് ഓൺലി ആണ്, അതൊന്നും ചെയ്യേണ്ടതില്ല. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. യൂസർ നെയിം, പാസ്വേഡ് അതേപോലെ റിപ്പീറ്റ് ചെയ്യണം, കൺഫേം ചെയ്യണം. നെക്സ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ ആൻസർ ടു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലുള്ള അതേ പേര് തന്നെ കൊടുത്താൽ മതി വേണമെങ്കിൽ. എന്നിട്ട് ക്രിയേറ്റ് ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിനുള്ളിലേക്ക് ലോഗിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാസ്റ്ററിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്ററിൽ ക്രിയേറ്റ് അക്കൗണ്ട്, അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് നെയിം ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം വരുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹50,000 ആണ്. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ക്യാഷും ക്യാപിറ്റലും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്യാഷ് അക്കൗണ്ട്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പിൽ വരുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുക, അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് സെലക്ട് ചെയ്യാം. അക്കൗണ്ടിൻ്റെ പേര് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൻ്റെ പേര് സെലക്ട് ചെയ്യുക, ക്യാപിറ്റൽ തന്നെ. സബ് ഗ്രൂപ്പിൻ്റെ പേര് വേണ്ട, നണ്ണ് തന്നെ. എനിക്ക് അക്കൗണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനായി തന്നിരിക്കുന്നത് പർച്ചേസ്ഡ് മെഷീനറിയാണ്. അപ്പോൾ മെഷീനറി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് മെഷീനറിയെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം.
അപ്പോൾ മെഷീനറിയും ക്യാഷുമാണ്. അപ്പോൾ ക്യാഷ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ട. പക്ഷേ മെഷീനറി അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വരുന്നതിൽ ഫിക്സഡ് അസറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ നമ്മൾ സബ് ഗ്രൂപ്പിൻ്റെ പേര് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് ഉൾപ്പെടുത്താം. ഇനി അക്കൗണ്ടിൻ്റെ പേര് മെഷീനറി എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അത് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഗൂഗിൾ ₹20,000. ഗൂഗിളിൻ്റെ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പോൾ കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കടമായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, ഗൂഗിളിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടും ഗൂഗിൾ അക്കൗണ്ടും രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പായിരിക്കും ഉൾപ്പെടുത്തുക? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തേണ്ടത്. സബ് ഗ്രൂപ്പ് വേണ്ട. അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക, പർച്ചേസ് അക്കൗണ്ട്. നെക്സ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന മറ്റൊരു അക്കൗണ്ടാണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന മെയിൻ ഗ്രൂപ്പ്, അതിൻ്റെ മെയിൻ ഗ്രൂപ്പായിട്ട് വരുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് ലാബിലിറ്റീസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്. നെക്സ്റ്റ് അക്കൗണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അക്കൗണ്ടിൻ്റെ പേരായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഗൂഗിൾ എന്നാണ്. അപ്പോൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി കാണും. അപ്പോൾ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരമുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ മുഴുവനും ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നാലാമത്തെ എഴുതുന്നത് പെയ്ഡ് ടു ഗൂഗിൾ. ഗൂഗിളിന് പൈസ കൊടുത്തു. അപ്പോൾ ഗൂഗിളിന് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ ഗൂഗിളിന് ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഇവിടെ ലെഡ്ജർ അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി വരുന്നത് ക്യാഷും സെയിൽസുമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതിന് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇനി നമ്മൾ ഒറ്റ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യേണ്ടൂ, സെയിൽസ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് സെയിൽസ്. അതുകൊണ്ട് തന്നെ അത് വരേണ്ടത് ഡയറക്റ്റ് ഇൻകം ആണ്. സബ് ഗ്രൂപ്പ് ഇല്ല. അക്കൗണ്ടിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൗച്ചർ എൻട്രി ആണ്. വൗച്ചർ എൻട്രി എന്ന് പറയുമ്പോൾ ഏത് വൗച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യേണ്ടത്, അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ടും നരേഷനൊക്കെ എന്താണ് അത് കൊടുത്ത് സേവ് ചെയ്യലാണ് വൗച്ചർ എൻട്രി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൗച്ചർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വൗച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വൗച്ചർ ടൈപ്പുകൾ കാണും. അപ്പോൾ അതിൽ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വേണം എൻട്രി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തേത് വരുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുക, അല്ലെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാഷിനെയോ ബാങ്കിനെയോ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ ക്യാഷോ ബാങ്കോ കിട്ടുന്നുണ്ടെങ്കിൽ അത് റെസീറ്റ് വൗച്ചർ ഉപയോഗിച്ചിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ റെസീറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെസീറ്റ് വൗച്ചറിൽ ആദ്യത്തെ വൗച്ചർ നമ്പർ 1, ഡേറ്റ് 1 April 2020, ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാഷ്, എമൗണ്ട് 50,000 റുപ്പി എമൗണ്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ 50,000 ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാപിറ്റൽ, എമൗണ്ട് 50,000, അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് നരേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വൗച്ചർ സേവ്ഡ് എന്ന് കാണും. ഇനി രണ്ടാമത്തെ വൗച്ചർ എൻട്രി ആണ് പർച്ചേസ്ഡ് മെഷീനറി. മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വൗച്ചറായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക? വൗച്ചറിൽ പേയ്മെൻറ്റ് വൗച്ചർ വേണം ഉപയോഗിക്കാൻ. പൈസ കൊടുത്ത് മെഷീനറി വാങ്ങിച്ചതാണ്. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. വൗച്ചർ നമ്പർ നമുക്ക് 2 കൊടുക്കാം. ഡേറ്റ് നമുക്ക് 2/4 കൊടുക്കാം. അവിടെ ചേഞ്ചസ് വരുത്തുക, 2/4/2020. ഇനി ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചത് മെഷീനറിയാണ്. അതുകൊണ്ട് തന്നെ മെഷീനറിയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് നമ്മൾ കൊടുക്കുക. എമൗണ്ട് 5,000 ആണ്. അതുകൊണ്ട് തന്നെ 5,000 എന്ന് ഇതിൻ്റെ എമൗണ്ട് കോളത്തിൽ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്.
ആ ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത് 5000 ആണ്. അതും നമ്മളിവിടെ 5000 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് നരേഷൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വൗച്ചർ സേവ്ഡ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തെ ഇടപാടെന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഗൂഗിൾ. ഗൂഗിളിൽ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് വൗച്ചറാണ്. അപ്പോൾ പർച്ചേസ് വൗച്ചർ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ, കാരണം കടമായിട്ട് സാധനങ്ങൾ ഗൂഗിളിൽ എടുക്കുന്നത് വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പർച്ചേസ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വൗച്ചർ നമ്പർ 3 എന്ന് കൊടുക്കാം. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് 3rd ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ് അവിടെ ചേഞ്ച് ചെയ്യുക, 3rd ഏപ്രിൽ. ഇനി ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എമൗണ്ട് ആയിട്ട് വരുന്നത് 20,000 റുപ്പീസാണ്. ഗൂഗിളിൽ എടുക്കുന്നത് വാങ്ങിച്ച എമൗണ്ട്. അതുകൊണ്ട് തന്നെ 20,000 റുപ്പീസ് അവിടെ എൻ്റർ ചെയ്യാം. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഗൂഗിളാണ്. അപ്പോൾ ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുക്കുക 20,000. നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴേ വൗച്ചർ സേവ്ഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അടുത്തത് 4th ഏപ്രിലാണ്. പെയ്ഡ് ടു ഗൂഗിൾ 15,000. ഗൂഗിളിന് പൈസ കൊടുത്തു. അപ്പോൾ ഗൂഗിളിന് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വൗച്ചർ? പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ, അതിൽ സംശയം വേണ്ട. പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് 4ാമത്തെ വൗച്ചർ ടൈപ്പാണ്, നമ്പറാണ്. അതുകൊണ്ട് തന്നെ വൗച്ചർ നമ്പർ 4 കൊടുക്കുക. ഡേറ്റ് 4th ഏപ്രിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റും ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് പൈസ കൊടുത്തു. അപ്പോൾ ഗൂഗിളിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് എന്ന് പറയുന്നത് 15,000 റുപ്പീസാണ്. അപ്പോൾ എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുക 15,000. നെക്സ്റ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷാണ്. ഗൂഗിളിന് പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, എമൗണ്ട് 15,000. നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വൗച്ചർ സേവ്ഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 5th ഏപ്രിലാണ്. ക്യാഷ് സെയിൽസ് 3,000. സാധനങ്ങൾ വിറ്റു, ക്യാഷ് കിട്ടി. അപ്പോൾ സാധനങ്ങൾ വിറ്റു ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വൗച്ചർ നമുക്ക് ഉപയോഗിക്കാം? നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വൗച്ചർ റെസീറ്റ് വൗച്ചർ ഉപയോഗിക്കാം, അല്ലേ? റെസീറ്റ് വൗച്ചർ നമുക്ക് ഉപയോഗിക്കാം. ക്യാഷും സെയിൽസും ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് വൗച്ചർ ഉപയോഗിക്കാം? സെയിൽസ് വൗച്ചർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സെയിൽസ് വൗച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാലും മതി, നമുക്ക് അതിൻ്റെ അകത്തും എൻ്റർ ചെയ്യാം. അപ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസീറ്റ് വൗച്ചറോ അല്ലെങ്കിൽ സെയിൽസ് വൗച്ചറോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇടപാട് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വൗച്ചർ നമ്പർ 5 ആണ്. ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 5th ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ് ചേഞ്ച് ചെയ്യുക, 5th ഏപ്രിൽ. ഇനി ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷാണ്. ക്യാഷ് അക്കൗണ്ടും സെയിൽസും ആണ്. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ 3,000 റുപ്പീസാണ് ക്യാഷ് സെയിൽ. അത് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക 3,000. നെക്സ്റ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിൽ രേഖപ്പെടുത്തുക 3,000. നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും സേവ് ആയി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇടപാടുകൾ കംപ്ലീറ്റ് നമ്മൾ വൗച്ചർ എൻട്രി ചെയ്തു. ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ് നമുക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട്സിൽ നമുക്ക് ഏത് റിപ്പോർട്ടാണോ വേണ്ടുന്നത് അതിവിടെ സെലക്ട് ചെയ്താൽ മതി. ലെഡ്ജർ ആണോ, ട്രയൽ ബാലൻസ് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ഏതാണോ വേണ്ടുന്നത് അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ വേണ്ടുന്നത് ലെഡ്ജറാണ്. ക്യാഷ് അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ നെയിം ഓഫ് അക്കൗണ്ട്, ഏത് അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്യുക. അതിൻ്റെ പീരീഡ് 1/4/2021 31/3/2021. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു വർഷത്തെ ഡീറ്റെയിൽസ്. നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ, ആപ്പിളിലെ കാര്യങ്ങൾ മാത്രം. ഇനി ആപ്പിളിലെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ട് നമുക്ക് ആപ്പിളിലെ അക്കൗണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് ഏപ്രിൽ 2020 റെസീറ്റ് വൗച്ചർ ഉപയോഗിച്ച് ക്യാപിറ്റൽ കിട്ടി 50,000. 2nd ഏപ്രിൽ പേയ്മെൻറ്റ് മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുത്തു 5,000. 4th ഏപ്രിൽ പേയ്മെൻറ്റ് ഗൂഗിളിന് പൈസ കൊടുത്തു 15,000. 5th ഏപ്രിലിന് സെയിൽസ് ആണ്, വിറ്റിട്ട് പൈസ കിട്ടി 3,000. അങ്ങനെ ടോട്ടൽ ഡെബിറ്റ് ആയിട്ട് വരുന്നത് 53,000.
ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് 20,000 രൂപ. ഡിഫറൻസ് ആയിട്ട് വന്ന ക്യാഷ് ബാലൻസ് 33,000. അതാണ് നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രയൽ ബാലൻസ് എടുക്കുക, പീരീഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, അത് തന്നെ സെലക്ട് ചെയ്താൽ മതി, വ്യൂ കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഐറ്റംസ് കംപ്ലീറ്റ് വന്നിട്ട് ഇത് പ്രകാരം ട്രയൽ ബാലൻസിന് ടോട്ടൽ 58,000. അതുപോലെ ഏത് അക്കൗണ്ട് വേണമെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയാണ് ജിന്നു ഖാത്തയിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.